പക്ഷേ ഇപ്പോഴാണെങ്കിൽ പോലും ഈ കമ്മിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ പല കമ്മിറ്റിയിലും മെമ്പറുമാണ്. അതിൽ പരാതി കൊണ്ട് തരില്ല. ആളുകൾ എന്താ വെച്ചാൽ പരാതി സെക്ഷൽ അല്ലാത്ത കാര്യങ്ങളിലാണ് പരാതി കൊണ്ടുവരുന്നത് ഈ കമ്മിറ്റിയിലേക്കും. എന്നുവെച്ചാൽ മറ്റേത് പുറത്ത് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ പുറത്ത് പറഞ്ഞാൽ തന്നെ വീട്ടുകാർ തന്നെ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോഴും ഇത് ഈ ഫെമിനിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതുകൊണ്ടാണ് നമ്മൾ ബോധപൂർവ്വം അതേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നതും. ഇല്ലെങ്കിൽ ആദ്യം തന്നെ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ടെററിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അതിന് സിനിമകളും ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട്. ഫെമിനിസം എന്നുള്ള വാക്ക് എന്നുള്ളതല്ല, അങ്ങനെ ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നു. പിന്നെ നമ്മൾ ഫെമിനിസ്റ്റുകളാണ് എന്ന് പറയുന്നു. അതിലൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. എല്ലാം പറഞ്ഞാൽ അതല്ല, ആളുകൾ അങ്ങനെയല്ല, ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മുറിവുകളൊക്കെ ആയിട്ടാണ് അവർ വരുന്നത്. നമ്മുടെ സ്ഥലത്ത് വരുമ്പോൾ അവർ കൈയും കാലുമൊക്കെ മുറിഞ്ഞ് അടികളിലൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് HIV അവരോട് പറയുക എന്നുള്ള നമുക്ക് തന്നെ ഒരു പ്രശ്നമാണ്. അതല്ലല്ലോ അവരുടെ വിഷയം. ഒന്ന് ആ വീട്ടുകാരെ ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് എല്ലാവരും അതിന് തയ്യാറായി വരുമൊന്നുമില്ലല്ലോ. തയ്യാറാവുന്നവർ മാത്രമേ നമുക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പലപ്പോഴും ഈ അന്നത്തെ ഇപ്പോഴത്തേക്കാൾ കുറച്ചും കൂടെ ആളുകൾ ഇതിനോട് പ്രതികരിക്കുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അന്നേരം ഈ അടുത്തുള്ള ആളുകളോടൊക്കെ പറയുമ്പോഴത്തേക്ക് അവരും കുറച്ച് നല്ല രീതിയിൽ സഹകരിക്കുമായിരുന്നു. ആദ്യം നമുക്കിത് ഈ കൺസേൺഡ് ആയിട്ടുള്ള ആളുകളെ അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ മറ്റേ കമ്മിറ്റിയൊക്കെ ഉണ്ടല്ലോ, ആൻറ്റി സെക്ഷൽ ഹറാസ്മെൻറ്റ് കമ്മിറ്റിയൊക്കെ ഉണ്ട്. എന്നാൽ പോലും പെൺകുട്ടികൾ ഈ ഹറാസ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ പരാതി പറയാൻ പോലും തയ്യാറാവില്ല എന്നുള്ളതാണ്. ഇപ്പോഴുള്ള കാര്യം ഞാൻ പറയാം. അന്നാണെങ്കിൽ നമ്മളിതെങ്ങനെ ചെയ്തു എന്ന് ഇപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നുന്നുണ്ട്, ഇതെങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന്. ഒരുപക്ഷെ ആദ്യമായതുകൊണ്ട് ആളുകൾ ഓക്കെ ഇത് വളരെ ന്യായമാണെന്ന് തോന്നിക്കാണും. പക്ഷേ ഇപ്പോഴാണെങ്കിൽ പോലും ഈ കമ്മിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ പല കമ്മിറ്റിയിലും മെമ്പറുമാണ്. അതിൽ പരാതി കൊണ്ട് തരില്ല. ആളുകൾ എന്താ വെച്ചാൽ പരാതി സെക്ഷൽ അല്ലാത്ത കാര്യങ്ങളിലാണ് പരാതി കൊണ്ടുവരുന്നത് ഈ കമ്മിറ്റിയിലേക്കും. എന്നുവെച്ചാൽ മറ്റേത് പുറത്ത് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ പുറത്ത് പറഞ്ഞാൽ തന്നെ വീട്ടുകാർ തന്നെ സപ്പോർട്ട് ചെയ്യില്ല. ചിലപ്പോൾ ആദ്യം വീട്ടുകാർ സപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് അവർ പറയും വേണ്ട ഇത് കൊണ്ടുപോയാൽ. പിന്നെ പലപ്പോഴും നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നീതിയൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഇതെന്തിനാണ് വെറുതെ, വീണ്ടും അതൊരു പെയിനാണ്. വീണ്ടും പിന്നെ കോടതിയിൽ പോയാലും വീണ്ടും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ, ഒരു ഹറാസ്മെൻ്റ് ആണ് എന്നുള്ളതും ആളുകൾക്കുണ്ട്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ വീട്ടുകാരും സമ്മതിച്ചു വന്നാൽ അതിനുശേഷം പലതരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാവും. ഇത് പിൻവലിപ്പിക്കാനായിട്ടുള്ള ഒരുപാട് ഇടപെടലുകളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ സമയത്ത് അത് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആ തുടക്കത്തിൽ കുറേയൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെ എനിക്ക് ഇപ്പോൾ തോന്നുന്നു. ഇപ്പോഴാണെങ്കിൽ അത്രയും പോലും പറ്റുന്നില്ല. ഇപ്പം പക്ഷേ ഇൻഡിവിജ്വലായിട്ട് ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ടല്ലോ. ഫിലിം ഫീൽഡിൽ നിന്ന് എത്രയോ സ്ത്രീകൾ വന്ന് പരാതി പറയുന്നു. പക്ഷെ അത് എത്ര ഡിഫിക്കൽട്ടാണ് നമുക്കത് കാണുമ്പോൾ അറിയാം. ഓരോ കേസും വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് തന്നെ പിൻവലിക്കേണ്ടി വരുന്നു. ചിലർ ആദ്യം പറയുന്നു പിന്നീട് പിൻവലിക്കുന്നു അല്ലേ. ചിലർ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ ഇപ്പോഴാണ് തുറന്നു പറയുന്നത്. അപ്പോൾ അതും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ഇതാണ്, പറയാനുള്ള ഒരു സ്പേസ് ഇല്ല എന്നുള്ളതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് അവരൊറ്റപ്പെടുകയാണ്. ഇപ്പോൾ തങ്കമണിയല്ല മറ്റേ സൂര്യനെല്ലി ഇഷ്യൂ അറിയുമല്ലോ, അതും നമ്മളൊക്കെ ഇടപെട്ടിട്ടുള്ള സംഭവമാണല്ലോ. അത് സൂര്യനെല്ലിയിൽ അവരുടെ അത് മാത്രം എടുത്താൽ മതി. അപ്പോൾ പേരൻസ് വളരെ സപ്പോർട്ടിങ് ആയിരുന്നു കുട്ടിക്ക്. അതുകൊണ്ടാണല്ലോ അത് പുറത്തു വരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും ഇത് മൂടി വയ്ക്കുകയാണല്ലേ ചെയ്യുന്നതല്ല സാധാരണ. ഇത് മൂടി വയ്ക്കാതെ അവർ പുറത്ത് കൊണ്ടുവന്ന് അവർ വലിയൊരു സ്റ്റെപ്പാണ് എടുത്തത്. പക്ഷേ
പിന്നീട് അവരനുഭവിക്കേണ്ടി വരുന്നത് അവരെ മുഴുവൻ ഒറ്റപ്പെടുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും അവർ നേരിടേണ്ടി വരികയാണ്. അപ്പോൾ കുറേ പേര് അങ്ങനെ സഹിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ എത്ര പേര് തയ്യാറായി അതിന് വരുന്നുണ്ട് എന്നുള്ള, അപ്പം നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരല്ലോ. ആ കൺസേൺഡ് ആയിട്ടുള്ള വ്യക്തികൾ അവരതിന് തയ്യാറായി വരണം. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത് വലിയൊരു പ്രോസസ്സാണ്. ഇപ്പോഴാണ് കുറച്ച് പേര് ഒരാൾ പുറത്ത് വരുമ്പോഴത്തേക്ക് അടുത്ത ആൾ വന്ന് പറയുന്നു. അത് കുറേ ഫിലിം ഫീൽഡിലാണ് അങ്ങനെ ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുപോലെ എല്ലാ മേഖലയിലും ഉണ്ടാവും. അവിടെയൊക്കെ എത്ര പേര് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മീ ടു ക്യാമ്പയിൻ വന്നപ്പോൾ കുറേ ആൾക്കാർ വന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പറയുമ്പോൾ വേറൊരാൾക്കും പറയാനുള്ള ഒരു ധൈര്യം കിട്ടുകയാണ്. അങ്ങനെ ഒരു പ്രോസസ്സാണത്. മീ ടു ക്യാമ്പയിന് അതിൽ 2 വശങ്ങളുണ്ട്. ഒന്ന്, നമ്മളെപ്പോഴും അത് പിന്നെ പൊതുവേ എനിക്കുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ നമ്മൾ റിഫോം ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അത് ഏത് കുറ്റമാണെങ്കിലും, ഇത് മാത്രമല്ല, അത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ നമ്മൾ ഈ കുറ്റവാളികളെ എപ്പോഴും ഏത് കുറ്റവാളികളട്ടെ അവരെ അങ്ങ് വളരെ മോശമായിട്ട് കാണുകയും കാണുന്നുകൊണ്ടല്ല, അവരെ പിന്നെ ഒരു റിഫോം ചെയ്ത് വരാനുള്ള അതിന് വേണ്ടുന്ന ഒരു ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യില്ല. അത്തരത്തിലും മാറേണ്ടതുണ്ട്. അപ്പം മീ ടു ക്യാമ്പയിൻ ആണെങ്കിലും പിന്നെ അവരെ അങ്ങ് ടോട്ടലായിട്ട് തകർക്കുക എന്നുള്ളത് പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അവർക്ക് അവർ കുറ്റം ചെയ്തു, ആ കുറ്റം അവർ സമ്മതിക്കണം. ഇനി അവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവരെ ആ ഒരു കാര്യത്തിൽ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അതേസമയം അവർക്ക് ജീവിക്കാനേ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കാനും പാടില്ല. ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ള, വളരെ പ്രയാസമുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ വേറൊന്നുള്ളത്, ഇതിനൊക്കെ ഭയങ്കരമായ ശിക്ഷകൾ വെച്ച് കഴിഞ്ഞാൽ, കടുത്ത ശിക്ഷ. ഉദാഹരണത്തിന് ചിലർ പറയും റേപ്പ് ചെയ്ത ആളെ തൂക്കിക്കൊല്ലണം എന്നുള്ള. അപ്പോൾ അത്തരത്തിൽ വെക്കുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ, ഇപ്പോൾ റേപ്പ് ആണേലും, റേപ്പ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള റേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൽ ഹറാസ്മെൻ്റ് ആണെങ്കിലും അതിനെതിരെ കടുത്ത നിയമങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ആളുകളായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ മറച്ചു വയ്ക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് ആളുകൾക്ക്. എല്ലാവർക്കും ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ആണെങ്കിൽ പോലും ഞാൻ അനുഭവമാണ് പറയുന്നത്. പലരും അയ്യോ അത് നമ്മൾ ആ ആളിൻ്റെ ഭാവി കളയണോ എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും വരുമല്ലോ. അപ്പം ഇഫക്റ്റിൽ എന്താ വരുന്നത് വെച്ചാൽ ഇവർക്കെതിരെ ഒന്നും നടക്കില്ല. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ ഈ പണിഷ്മെൻറ്റിനെ തന്നെ നമ്മൾ റീതിങ്ക് ചെയ്യേണ്ടതുണ്ട്. ഏത് തരത്തിലാണ് പണിഷ്മെൻറ്റ് ഉണ്ടാവുക? അവരുടെ ഭാവി മുഴുവനും നശിപ്പിച്ച് കളയുന്ന തരത്തിൽ ആകുമ്പോൾ നമ്മൾ തന്നെ ഇത് മറച്ചു വയ്ക്കാൻ നിർബന്ധിതരാവുകയാണ്. അപ്പോൾ ഫലത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. ഇപ്പം ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടുള്ള പല കാര്യങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു പണിഷ്മെൻറ്റും അവർക്ക് കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാവരും ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അവർക്ക് തന്നെ തോന്നും ഓക്കെ നമുക്കിനി എന്തും ചെയ്യാമല്ലോ. അപ്പോൾ അതാണ്. അപ്പം കടുത്ത ശിക്ഷകളിലേക്കല്ല നമ്മൾ പോകേണ്ടത്. പകരം ഇപ്പോൾ ചില ശിക്ഷകളുണ്ടല്ലോ, അവരെ കൊണ്ട് ചില ജോലി ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർക്കും മാറാനുള്ള ഒരു സാഹചര്യം, അത് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അത്തരത്തിലൊക്കെ നമ്മുടെ നിയമങ്ങളും മാറേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ട്. പൊതുജനങ്ങളിൽ ഇതേപോലെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴും ഇത് ഈ ഫെമിനിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതുകൊണ്ടാണ് നമ്മൾ ബോധപൂർവ്വം അതേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നതും. ഇല്ലെങ്കിൽ ആദ്യം തന്നെ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ടെററിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീലിംഗാണ്. അതിന് സിനിമകളും ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട്. പണ്ടത്തെ സിനിമകൾ, ഇപ്പോഴൊന്നും ആരും അങ്ങനെ പറയാൻ ധൈര്യപ്പെടുമെന്ന് തോന്നുന്നില്ല. പണ്ട് വെച്ചാൽ ഈ സിനിമകളിലൊക്കെ കാണിക്കുന്നത് ഫെമിനിസ്റ്റാണ് എന്ന് വെച്ചാൽ ഇപ്പോഴും ചിലപ്പോൾ സ്ത്രീകളും പറയും ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഇതെന്തോ വളരെ മോശമായ ഒരു കാര്യമാണ് എന്നാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ തന്നെയാണ് ആളുകൾ ആദ്യം എടുത്തിട്ടുള്ളത്. അത് പൊതുവേ അങ്ങനെയാണല്ലോ. സ്ത്രീകൾ അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ പറയുകയോ ശബ്ദം ഉയർത്തുകയോ ചെയ്യുമ്പോൾ അതിനെ ഇങ്ങനെ അടക്കി വെച്ചിട്ടാണ് പാട്രിയാർക്കി ഈ സമൂഹം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അക്സെപ്റ്റ്. പിന്നെ ഇംഗ്ലീഷ് ആയതുകൊണ്ടുള്ള, ഇംഗ്ലീഷ് വാക്കായതുകൊണ്ടുണ്ടാവും. പിന്നെ പുറം രാജ്യത്തു നിന്ന് വന്ന ഒരാശയമാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. പക്ഷെ അങ്ങനെയല്ല അതിനെ കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മുടെ നാട്ടിലെ ഇഷ്യൂസാണ് നമ്മൾ പറയുന്നത്. അതിന് ഇപ്പോൾ ഒരു ടൂൾ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. പുറത്തുനിന്നുള്ളവരുടെ അവരായിരിക്കാം. ഇപ്പം നമ്മൾ ഇക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇക്വാളിറ്റി എന്നുള്ളൊരാശയം പുറത്തുനിന്ന് വന്നതായിരിക്കാം ചിലപ്പോൾ.
പക്ഷെ നമ്മുടെ ഇവിടെയും ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള സങ്കല്പങ്ങൾ, അതിൻ്റെ വാക്കുകൾ വേറെ ഉണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ സ്പിരിറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് ഈക്വാളിറ്റി എന്ന് പറയുന്നത്? അതിപ്പോൾ ഈ വേറെ രാജ്യത്തുനിന്ന് വന്നാലും നമ്മുടെ രാജ്യത്തുനിന്ന് വന്നാലും ഇക്വാളിറ്റി എന്താണെന്നുള്ളതിന് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണിത്. ഫെമിനിസം എന്നുള്ള വാക്ക് എന്നുള്ളതല്ല, അങ്ങനെ ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നു. പിന്നെ നമ്മൾ ഫെമിനിസ്റ്റുകളാണ് എന്ന് പറയുന്നു. അതിലൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. ഞാൻ പറയണ അതല്ല, ആളുകൾ അങ്ങനെയല്ല. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. അതിന് പകരം പിന്നെ പുതിയ ഏത് കാര്യം വരുമ്പോഴും അതിനെ തള്ളിക്കളയാന്നുള്ളൊരു കാര്യമുണ്ടല്ലോ മനുഷ്യർക്ക്. അപ്പോൾ ഇപ്പോഴൊക്കെ കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലായി വരുന്നു. പിന്നെ ചില ജെൻഡർ സ്റ്റഡീസൊക്കെ ഉണ്ട് ചില യൂണിവേഴ്സിറ്റികളിൽ. പക്ഷെ അപ്പോഴും നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഇത് വരുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമാണ്. അത് ഈ ജെൻഡർ മാത്രമല്ല, സെക്ഷുവാലിറ്റി ഇത് തമ്മിൽ കണക്റ്റഡ് ആണല്ലോ. ഇപ്പോൾ വ്യത്യസ്തരായിട്ടുള്ള പിന്നെ ലൈംഗിക താല്പര്യങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ. ഇപ്പം ക്യൂർ ആയിട്ടുള്ള ആളുകൾ, ക്യൂർ എന്ന് പറയുമ്പോൾ അതിൽ ജെൻഡർ വ്യത്യാസമുള്ളവർ വരും. അതുപോലെ സെക്ഷുവൽ ഓറിയൻറ്റേഷൻ വ്യത്യാസമായിട്ടുള്ള ഗേ, ലെസ്ബിയൻ ആൾക്കാർ അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ അതുപോലെ ട്രാൻസ്ജെൻഡർ മനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ ആണും പെണ്ണും മാത്രമായിട്ടല്ല നമ്മൾ കാണേണ്ടത് എന്നുള്ളത്. പക്ഷേ നമ്മൾ എവിടെയാണ് അത് പഠിക്കുന്നത്? എവിടെയത് പഠിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ കുട്ടിക്കാലം മുതൽ നമ്മൾ ആണും പെണ്ണും, ഞങ്ങളുടെ മെഡിക്കൽ ബുക്കുകളിൽ പോലും അങ്ങനെയില്ല, ആണും പെണ്ണും മാത്രമേ ഉള്ളൂ. അപ്പോൾ ബയോളജിയിൽ, മെഡിസിനിൽ ഒക്കെ ഇങ്ങനെ ഈ ആണും പെണ്ണും മാത്രമായിട്ട് ഉള്ളൊരു സമൂഹത്തിൽ അത് തന്നെ നമ്മൾ ഇപ്പോൾ സിനിമയിൽ പ്രണയം കാണുമ്പോൾ അതുപോലെ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാര്യം സിനിമയും അതിലെ പ്രണയങ്ങളും ആണല്ലോ. അതിനകത്ത് വളരെ അടുത്ത കാലത്ത് മാത്രമാണ് പിന്നെ ക്യൂർ പ്രണയങ്ങൾ നമ്മൾ കാണുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ വളരെ സ്വാധീനിക്കുന്നതാണ്. നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ഈ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് പ്രണയം എല്ലാവരെയും പിടിക്കുന്ന ഒരു സാധനമാണല്ലോ പ്രണയം. നമ്മൾ കാണുന്നത് ആണും പെണ്ണും ഉള്ള പ്രണയം മാത്രമാണ്. അപ്പോൾ ഈ അങ്ങനെ അല്ലാത്ത സെക്ഷൽ ഓറിയൻറ്റേഷൻ ഉള്ള ആളുകൾ എന്ന് വെച്ചാൽ അവർ ഭയങ്കര സംഘർഷത്തിലാകും. അവർക്കിത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അങ്ങനത്തെ പ്രണയമില്ല. പിന്നെ മറ്റ് ജെൻഡറുകളോട് അവർക്ക് പ്രണയം ഇല്ലായിരിക്കാം, ചിലപ്പോൾ അവർക്ക് അതേ ജെൻഡറിലുള്ളവരോടായിരിക്കാം പ്രണയമുള്ളത്. പക്ഷേ അവരത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും വെച്ചാൽ കാണുന്നത് മുഴുവനും മറ്റേതാണ്, സാഹിത്യത്തിലുള്ളതെല്ലാം മറ്റേതാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് വല്ലാത്തൊരു ശ്വാസമുട്ടാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ അല്ലാതെ കാണണമെങ്കിൽ നമ്മൾ പഠിക്കുന്നിടത്ത് ഇത് വരണം. കരിക്കുലത്തിൽ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പഠിക്കുന്നിടത്ത് വരണമല്ലോ. ഇപ്പം ആശുപത്രിയിൽ ഇതിൻ്റെ ടെൻഷനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാകുന്ന ഇതുകൊണ്ടാണ്. ബാക്കിയുള്ളവരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തുന്നുള്ളത് കൊണ്ടാണ് സ്ട്രെസ്സായിട്ട് പോകുന്നത്. പക്ഷെ സ്ട്രെസ്സായിട്ട് പോകുമ്പോൾ പലപ്പോഴും ആരോഗ്യ പ്രവർത്തകർ തന്നെ ചോദിക്കുന്നത് ഒരു പ്രശ്നം എന്നുള്ള രീതിയിലാണ്, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടല്ലേ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ എവിടെയാണ് പോകുന്നത്? അപ്പോൾ അത് ഇത്തരം വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടണം, അത് സയൻറ്റിഫിക്കായിട്ട് തന്നെ കിട്ടണം. അതിൻ്റെ വലിയൊരു ഇപ്പോഴത്തെ പുതിയ തലമുറ ആൾക്കാരൊക്കെ അവർ സ്വന്തമായി പഠിക്കുന്നുണ്ട്, മീഡിയ വഴിയൊക്കെ മറ്റ് തരത്തിൽ അവർ എക്സ്പോസ്ഡാണ്. പിന്നെ അങ്ങനത്തെ സിനിമകളൊക്കെ ഇപ്പം നമ്മൾ ലോകത്തിലെല്ലാം ഉള്ള സിനിമകളെല്ലാം കാണുന്നുണ്ട്, ഇവിടെയും അങ്ങനത്തെയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഈ യങ് ജനറേഷൻ കുറേ എക്സ്പോസ്ഡാണ്. പക്ഷേ പഴയ ആൾക്കാർ വീണ്ടും പഴയ രീതിയിൽ ആണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഗ്യാപ്പുണ്ട്. അതിപ്പോൾ ജെൻഡർ പോലെ തന്നെ സെക്ഷുവാലിറ്റിയും രണ്ട് വിഷയവും നമ്മൾ പുതിയതായി പഠിക്കേണ്ടതാണ്. അത് ഞാൻ ശരിക്കും തുടങ്ങിയത് നമ്മൾ HIV ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ HIV ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നത്. ശരിക്കും ഇവിടെ ആദ്യം കേരളത്തിൽ ഇങ്ങനെ ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. എന്നുവെച്ചാൽ പബ്ലിക്കായിട്ട് അങ്ങനെ ഇല്ലല്ലോ. ഇപ്പം മറ്റ് ബോംബെയിലോ ഡൽഹിയിലോ ഒക്കെ ഉള്ളതുപോലെ റെഡ് സ്ട്രീറ്റ് ഒന്നും കേരളത്തിലില്ലല്ലോ. അപ്പോൾ നമ്മൾ പൊതുവേ വിചാരിക്കുന്നത് ഇവിടെ ഇല്ല എന്നാണ്. എന്നാൽ പിന്നെ രാത്രിയിലൊക്കെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് കാണും. പക്ഷേ നമുക്കവരെ സമീപിക്കാൻ പോലും ഉള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ജയിലിലൊക്കെ പോയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവരെ ജയിലിലേക്ക് ആക്കും. അതും അവർ കുറ്റം ചെയ്തിട്ടൊന്നുമല്ല, ഇതൊരു കുറ്റമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ജയിലിലാവുന്നത്. അങ്ങനെ ജയിലിൽ നമ്മൾ പോയി കാണുമ്പോൾ അവരെ എങ്ങനെ വിശ്വസിക്കും? അവരാരെയും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ പോലീസിൻ്റെ ഏജൻ്റാണോ എന്നൊക്കെയാണ് അവർ വിചാരിക്കുക. അപ്പോൾ ഒരുപാട് പാടായിരുന്നു. ആദ്യം അവരായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ തന്നെ ഒരുപാട് മാസങ്ങളോളം ശ്രമിച്ചിട്ടാണ്
നമുക്ക് പറ്റിയത്. നമുക്ക് അല്ലാതെ ഇപ്പോൾ റോഡിലൊക്കെ നിൽക്കുന്ന നമ്മളോട് അങ്ങനെ പോയിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ജയിലിലൊക്കെ പോയിട്ട് ഒരുപാട് കാലം ഒരു ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പിന്നെ നമ്മൾ അവർക്ക് വരാനായിട്ടൊരു സ്ഥലമൊക്കെ വീട് ഒക്കെ എടുത്തിട്ട് വരാൻ പറയുക ചെയ്യുന്നത്. പിന്നെ വീടെടുക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ ഇവർ വരുന്ന കണ്ട ആരും വീട് തരില്ല. നമുക്ക് സ്വന്തമായിട്ട് ബിൽഡിങ്ങൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആരും വാടക വീട് തരില്ല. അഥവാ അവർ തന്നാൽ ചുറ്റുമുള്ള ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അത്രയും പ്രശ്നമാണ്. പിന്നെ ഇവർ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ വെച്ചാൽ ഒരുപാട് വയലൻസ് നേരിടേണ്ടി വരുന്നുണ്ട്. ഇപ്പം അന്നൊക്കെ തെരുവിലാണ്. ഇപ്പം അങ്ങനെ തെരുവിൽ നിൽക്കേണ്ട ആവശ്യം അത്രയും വരുന്നില്ല, ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ടായിരിക്കും എന്നാലും. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് വയലൻസ് നമുക്ക് ആലോചിക്കാമല്ലോ. അപ്പം ഒരു സ്ട്രീറ്റിലായി പോയാൽ അവർ പോലീസിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് ക്രിമിനലുകളുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഇവർ വയലൻസ് നേരിട്ടുകൊണ്ട് ഇരിക്കുന്നവരാണ്. അപ്പോൾ ഒരുപാട് മുറിവുകളൊക്കെ ആയിട്ടാണ് അവർ വരുന്നത്. നമ്മുടെ സ്ഥലത്ത് വരുമ്പോൾ അവർ കൈയും കാലുമൊക്കെ മുറിഞ്ഞ് അടികളിലൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് HIV അവരോട് പറയുക എന്നുള്ള നമുക്ക് തന്നെ ഒരു പ്രശ്നമാണ്. അതല്ലല്ലോ അവരുടെ വിഷയം. HIV വരുന്നതെന്ന് വെച്ചാൽ ഒരു കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ്, അണുക്കൾ നമ്മുടെ ഉള്ളിൽ കയറിയാൽ തന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു അസുഖം വരുന്നത്. അപ്പോൾ അതിവരോട് പറയുന്നതിൽ നമുക്കൊരു മര്യാദയുമില്ല. ഇവരിത്രയും ഹ്യൂമൻ റൈറ്റ് വയലേഷൻ തന്നെ നമ്മൾ പറയേണ്ടി വരും. അവർ അങ്ങനെ വരുന്ന ആളുകളോട് HIV-യുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ്, ബാക്കിയുള്ളവരുടെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു ധാർമ്മിക പ്രശ്നത്തിൽ പെട്ടിട്ടാണ് ഇതിനെല്ലാം നമ്മൾ പരാതി എഴുതി കൊടുക്കുമായിരുന്നു പോലീസ് സ്റ്റേഷനിലും. പിന്നെ ഈ പറഞ്ഞ പോലെ മന്ത്രിമാർക്കും എല്ലാവർക്കും നമ്മൾ എല്ലാ ദിവസവും ഇതായിരുന്നു ജോലി, പരാതി എഴുതി കൊടുക്കുക. ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു റേപ്പ് അല്ലാതെ മറ്റ് ഏതെങ്കിലും ആളുകൾക്കുണ്ടായി കഴിഞ്ഞാൽ എന്തുമാത്രം ബഹളമുണ്ടാകും ഇപ്പോഴത്തെ കാലത്ത്. പിന്നെ അല്ലെങ്കിൽ അതിനോടുള്ള നമ്മുടെ ഒരു സമീപനം വേറെ തന്നെയാണ്. ഇവരാകുന്ന സമയത്ത് അവർ ഈ ജോലി ചെയ്യുന്നതുകൊണ്ടല്ലേ അവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഡെയിലി ഈ ശരീരത്തിൽ ഏൽക്കുന്ന മുറിവുകളും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ചെറിയത് ഉണ്ടായാൽ തന്നെ നമ്മളല്ലെങ്കിൽ ഉടനെ നമ്മൾ പരാതി കൊടുക്കുമല്ലോ ആൾ. അപ്പോൾ അത് നമ്മൾ ദിവസവും ഇങ്ങനെ പരാതി എഴുതി കൊടുക്കുകയാണ്. എന്നാലും ഒരു ആക്ഷനും ഉണ്ടാവില്ല. പിന്നെ കള്ളക്കേസുകളാണ് ഇവർക്കെതിരെ ഉള്ളത്. ഒരുപാട് കള്ളക്കേസുകൾ ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ ഇതിന് വേറെ നിയമമൊന്നുമില്ലല്ലോ. ഇപ്പോൾ സെക്സ് വർക്ക് ചെയ്തു എന്ന് അതിനെതിരെ അങ്ങനെ നിയമങ്ങളൊന്നുമില്ല. ട്രാഫിക്കിങ്ങിനെതിരെയാണ് നിയമമുള്ളത്. അപ്പോൾ അതിനകത്ത് വരെ ചേർക്കാനും പാടാണ് അത്. അപ്പോൾ എന്ത് പറഞ്ഞാൽ വെറുതെ പെറ്റി കേസ് എന്ന് പറഞ്ഞിട്ട് പെറ്റി കേസ് ചാർജ് ചെയ്യും. അപ്പോൾ ഇവരും വിചാരിക്കുന്നു ഞങ്ങൾ കുറ്റം ചെയ്തു, അപ്പോൾ ഒരു ഫൈൻ അടയ്ക്കുക, അല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കുക. ചിലപ്പോൾ അവർ തന്നെ വിചാരിക്കും ജയിലിൽ പോയി കിടന്നാൽ കുറച്ച് റെസ്റ്റ് ഉണ്ട്, അങ്ങനെ പോകും, അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കും. അങ്ങനെയാണ്. അല്ലാണ്ട് ഇവർ മനുഷ്യരുടെ അവകാശം എന്നുള്ള രീതിയിൽ ആരും കാണുന്നില്ല. പിന്നെ നമ്മളോടെല്ലാവരും ചോദിക്കുന്നത് ഇവരെ ഇതിൽ നിന്ന് മാറ്റുകയല്ലേ നിങ്ങൾ വേണ്ടത്, അതിന് പകരം ഇവരെ നിങ്ങൾ മാറ്റൂ എന്നാണ് പറയുന്നത്. നമ്മളെ എങ്ങനെയാണ് മാറ്റുന്നത്? അവരിതിലേക്ക് എത്തുന്നത് അവർക്ക് ന്യായമായ കൂലി കിട്ടുന്ന തൊഴിലില്ലാത്തത് കൊണ്ടാണ് അവരിതിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ശമ്പളം കൊടുത്ത് ജോലി കൊടുക്കണമെങ്കിൽ ആരാണത് കൊടുക്കുന്നത്? അതാണ് അതിനകത്തെ ഒരു പ്രായോഗിക പ്രശ്നം. അല്ലാതെ അവർക്കും ഇതിൽ നിന്ന് മാറി വേറെ ജോലി ചെയ്യണമെന്നുണ്ടാകും. പക്ഷെ ശമ്പളം കിട്ടണം. ശമ്പളമില്ലാത്ത ജോലിക്ക് അവരെല്ലാ ജോലിയും പോയി നോക്കിയിട്ടാണ് അതിലൊന്നും സർവൈവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവരിതിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ പക്ഷേ അവർക്ക് മുന്നിൽ വന്ന് നിന്ന് മറ്റു ആളുകളെ പോലെ പറയാൻ പറ്റില്ലല്ലോ ഞങ്ങളുടെ അവകാശം എന്നൊന്നും. അവരും രഹസ്യമായിട്ടാണ് പലപ്പോഴും ചെയ്യുക. അവരുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ പോയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാരില്ല. ഓപ്പണായിട്ട് പറയണമെങ്കിൽ ആദ്യം അവർക്ക് തോന്നണം അവരല്ല കുറ്റം ചെയ്യുന്നതെന്ന്. ഇതിപ്പോൾ അവരും വിചാരിക്കുന്നു അവരാണ് കുറ്റം ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നിട്ട് പോലും നമ്മൾ കുറേ നാൾ അവരുമായിട്ട് സംസാരിച്ചു, അവരുടെ കൂടെ പോകുന്നു. പിന്നെ കോടതിയിൽ അവർക്ക് ജാമ്യം എടുത്തു കൊടുക്കുന്നു, കോടതിയിൽ പോയി നമ്മൾ വക്കീലിനെ വെച്ച് വാദിക്കുന്നു. അങ്ങനെ കുറേ കാലമായപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു ആത്മവിശ്വാസമൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞു, അവർ മീഡിയയുടെ മുന്നിലാണെങ്കിലും അവർ സംസാരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കൊരു ധൈര്യം വന്നപ്പോഴാണ് നമ്മൾ സ്റ്റേറ്റ് ലെവലിലൊരു ആദ്യമായിട്ടൊരു സമ്മേളനം വിളിച്ചു കൂട്ടി. മീഡിയക്കാരെല്ലാം വന്നു. അപ്പോൾ അവരുടെ കഥകൾ പറയാൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് അവർ സ്റ്റേജിൽ നിന്ന് പറയുന്നു. ബാക്കി ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചിട്ടുണ്ട്, അവരെല്ലാം കേൾക്കാനിരിക്കുന്നു. വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ അന്നത്തെ സുഗതകുമാരി ടീച്ചർ അടക്കം എല്ലാവരും കേൾക്കാനിരിക്കുകയാണ്. MLA മാർ MP മാരൊക്കെ അവർ സംസാരിക്കുന്നു. പിന്നെ മീഡിയ എല്ലാം ഉണ്ട്.
അപ്പോൾ ഇതിങ്ങനെ മീഡിയയിലെല്ലാം പിന്നെ ഇങ്ങനെ കഥകളെല്ലാം വന്നു. പക്ഷെ ആ സമയത്ത് അവർ വേറൊന്നും അവർ ആലോചിച്ചില്ല. അവരുടെ പ്രയാസങ്ങളെല്ലാം അവർ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ അത് വളരെ ഒരു ഷോക്കിംഗ് ആയിരുന്നു കേരള സമൂഹത്തിന്. പലരും വിചാരിച്ചിരുന്ന ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പോലും ഇല്ലെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ അവരുടെ ജീവിതാനുഭവം എന്ന് പറയുന്ന സമയത്ത് ആർക്കും അതിന് ഒരു ഉത്തരം പറയാനില്ലല്ലോ. അത് അവർ കാരണമല്ലല്ലോ അവർ ആ അവസ്ഥയിലെത്തുന്നത്. അങ്ങനെ കുറച്ച് കുറ്റബോധം ആളുകൾക്ക് തോന്നിയിട്ട് കുറേ പേര് സഹായിക്കാം എന്ന് പറഞ്ഞു വന്നു, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ കുട്ടികളെ നോക്കാനായിട്ട് തയ്യാറായിട്ട് ചില ആൾക്കാർ വന്നു. അത് ഇപ്പോഴും കുറച്ച് കാലം മുമ്പ് വരെ നടക്കുന്നുണ്ടായിരുന്നു. ചില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കുട്ടികളെ നോക്കുന്ന ഒരു സ്ഥലം. പിന്നെ നിയമപരമായിട്ടുള്ള ഹെൽപ്പിന് ജാമ്യം എടുക്കുക എന്നുള്ളതാണ്. അതിന് തയ്യാറായിട്ട് ഇവൻ ഡോക്ടർമാരും ഒക്കെ തന്നെ വന്നിരുന്നു. പക്ഷെ അതിൽ വലിയ കാര്യമില്ല, നമുക്ക് ഒരുപാട് ഗുണം ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഇവർ ഒരു കേസിൽ നിന്ന് ജാമ്യം എടുത്താൽ പിന്നെ അടുത്ത കേസ് ഉണ്ടാകും. പിന്നെ ചിലപ്പോൾ ഇവർ കാണാതാകും. അപ്പോൾ പിന്നെ ഈ ജാമ്യം നിന്നവർക്ക് പ്രശ്നമാകും. അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ ഉണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നളിനി ജമീലയുടെ ബുക്കൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ പഴയതുപോലെ അത്രയും ശാരീരിക ഉപദ്രവം ഇവർക്ക് നേരിടേണ്ടി വരുന്നില്ല, പ്രത്യേകിച്ച് പോലീസിൽ നിന്ന്. അപ്പോൾ ഇവർക്ക് സംഘടനയുണ്ട്, അല്ലെങ്കിൽ ചോദിക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു മാറ്റമുണ്ടായി. പക്ഷെ തീരെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും മറ്റേതങ്ങനെയല്ല, ഇവരെ കിട്ടിയാൽ ഉടനെ ഉപദ്രവിക്കുക എന്നുള്ള. എല്ലാവരും ഇല്ല കേട്ടോ, എല്ലാവരും ഉപദ്രവിക്കാറില്ല. പക്ഷെ ചില ആളുകൾ ഇങ്ങനെ ഇവർ തെറ്റാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാണോ എന്താ അറിയില്ല, ഇവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇവരും കോടതിയിൽ പോകാൻ കേസ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ HIV ഒക്കെ അതിൻ്റെ വഴിക്ക് പോയല്ലേ. HIV അല്ലെങ്കിലും അധികം ഇവർക്കുണ്ടായില്ല, മറ്റുള്ളവർക്കുള്ളതുപോലെയൊക്കെയാണുള്ളത്. പിന്നെ അതിൻ്റെ എഡ്യൂക്കേഷൻ ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കും. അതിനെ പ്രതിരോധിക്കാനുള്ള ഉറ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിന് ചികിത്സ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതിനേക്കാൾ പ്രധാനം അവരുടെ എക്സിസ്റ്റൻസും അവരനുഭവിക്കുന്ന വയലൻസും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് അവരുടെ ഒരു ഓർഗനൈസേഷൻ. അത് കൽക്കട്ടയിൽ അവരുടെ വലിയ ഓർഗനൈസേഷനുണ്ട്, ദുർബാർ മഹിളാ സമന്വയ കമ്മിറ്റി എന്ന് പറഞ്ഞു. അത് വളരെ ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ കണ്ടത് അവർ വളരെ സംഘടിതരാണ്. അപ്പം അവിടെ ഒരുപാട് കഷ്ടപ്പാട് അവർക്കുണ്ടെങ്കിൽ പോലും അവിടെ പതിനായിരക്കണക്കിന് സ്ത്രീകൾ ഒരുമിച്ച് ഉണ്ട്. അപ്പോൾ അതിൽ കുറേ പേരെങ്കിലും വളരെ ആക്റ്റീവായിട്ട് മുന്നിൽ വരുന്നവരാണ്. അങ്ങനെ പിന്നെ ഇവിടെ ഉള്ളവരെയും നമ്മൾ അവിടെ നടക്കുന്ന സമ്മേളനങ്ങൾക്കൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അവർക്കും എല്ലാവരും കൂടെ ചേരുന്ന ഒരു കൂട്ടായ്മയിൽ കുറച്ചും കൂടി ധൈര്യവും പറയാനുള്ള അതൊക്കെ വന്നു. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നത്. തൊഴിലായതുകൊണ്ട് അവർ പറയുന്നത് കൊണ്ട്, അല്ലാതെ ഇല്ല. അത് കൽക്കട്ടയിലെ സെക്സ് വർക്കേഴ്സാണ് ആദ്യം പറയുന്നത്, ഞാൻ കേട്ടത് 1997 ഞങ്ങളവിടെ വേറൊരു പരിപാടിക്ക് പോയതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയം എന്ന് പറഞ്ഞ വലിയ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുന്നു. അത് ഇൻ്റർനാഷണൽ ആണ്, പക്ഷേ ഇവരാണ് ഇനിഷ്യേറ്റീവ്, കൽക്കട്ടക്കാരാണ് അതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേര് സോനാഗാച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് അവരാണ് അതിൻ്റെ മുൻകൈ എടുത്തിട്ടുള്ളത്. അതുപോലെ HIV പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയത്. പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ അവരുടെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് പിന്നീട് അത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അവിടെ ഇങ്ങനെ വലിയൊരു സമ്മേളനം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുവരെ ഞാനങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ ആ സമ്മേളനത്തിൽ അവരുടെ ഈ മുദ്രാവാക്യങ്ങളും അവരുടെ ഇതുണ്ടല്ലോ, പ്ലക്കാർഡുകളും പിന്നെ ഈ ബാനറുകളിലൊക്കെ ഇതാണ് വലുതായിട്ട് എഴുതി വച്ചിരിക്കുന്നത്: സെക്സ് വർക്ക് ഈസ് റിയൽ വർക്ക്, വി വാണ്ട് വർക്കേഴ്സ് റൈറ്റ്സ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടാൽ അതിങ്ങനെ വേറൊരു കാഴ്ചയാണ് നമുക്ക് തന്നത്. അതുവരെ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. അവരങ്ങനെ എന്താണ് പറയുക, അങ്ങനെ സമൂഹം അവരെ ചതിച്ചു, അങ്ങനെ ആയി എന്നൊക്കെയുള്ള ഒരു വിക്ടിംസാണ് എന്നുള്ള തരത്തിൽ മാത്രമാണ് നമ്മൾ കണ്ടിരുന്നത്. ആ വിക്ടിം പൊസിഷനിൽ നിന്ന് അവർ പറയുകയാണ് അവരവരുടെ ലൈവ്ലിഹുഡായി മാറിക്കഴിഞ്ഞു. അവർ ആഗ്രഹിച്ചു പോയാലും അല്ലാതെ പോയാലും ഇപ്പോൾ അവരുടെ ലൈവ്ലിഹുഡ് അതാണ്, ജീവിക്കാനുള്ള മാർഗമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തൊഴിൽ ചെയ്യുന്നവരുടെയും അവകാശങ്ങൾ ഞങ്ങൾക്ക് വേണം എന്നാണ് അവർ പറയുന്നത്. അവരുടെ കാര്യം അവരല്ലേ പറയേണ്ടതെന്നുള്ളതാണ്, നമ്മളല്ലല്ലോ പറയാം. നമുക്ക് പറയാം, പക്ഷെ നമ്മൾ പറയുന്നതിനേക്കാൾ വാല്യൂ ഉള്ളത് അവർ പറയുന്നതിനാണ്.
അത് ഞാൻ എല്ലാ വർക്കേഴ്സിൻ്റെ നമ്മുടെ പൊസിഷൻ അത് നമ്മളല്ലല്ലോ പറയേണ്ട അവരുടെ ശരി എന്താണെന്നുള്ളത്. അങ്ങനെ അത് കേൾക്കാനും അവർ പറയുന്നത് മനസ്സിലാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്ന് മാറണമെന്നുള്ളവരുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ DMSE എന്ന് പറയുന്ന സംഘടനയെ തന്നെ അവർ വേറെ മറ്റ് തൊഴിലുകൾ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഒരു എന്താ പറയുക ഒരു സൊസൈറ്റി ഉണ്ടാക്കി അത് സെക്സ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ്റെ പേരിൽ തന്നെ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. ആദ്യമൊക്കെ അതിന് പോലും ഭയങ്കര പ്രയാസമാണ്. എന്നുവെച്ചാൽ അങ്ങനെ ചാരിറ്റബിൾ ഇതിനൊക്കെയല്ലേ ഇത് ഗവൺമെൻറ്റാണല്ലോ, അപ്പോൾ അത് ഗവൺമെൻറ് അംഗീകരിക്കുന്ന പോലെ ആവുന്നൊക്കെയുള്ള പ്രശ്നമാണ്. അപ്പോൾ ആ പേരിൽ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തന്നെ വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ അവരത് ഫൈറ്റ് ചെയ്ത് ആ സെക്സ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ തന്നെ അവർ രജിസ്റ്റർ ചെയ്തു എന്നുള്ള വലിയ കാര്യം. എന്നിട്ട് അവർ പല കൈത്തൊഴിൽ ഇപ്പോൾ സാരിയിൽ പെയിൻറ്റിങ് ചെയ്യുന്നു, പിന്നെ ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഇതിൽ നിന്ന് മാറേണ്ട ആളുകൾക്ക് അവർ തൊഴിൽ കൊടുക്കുകയും അന്ന് തന്നെ കോടിക്കണക്കിന് ടേൺ ഓവറുള്ള ഒരു ബിസിനസ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മാറേണ്ടവർക്ക് മാറാം, എല്ലാവർക്കും അത് കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അവരത് അങ്ങനെ തുടങ്ങി വെച്ചു. കുറേ പേർക്ക് മാറാം, ഇപ്പോൾ പ്രായമാകുമ്പോഴോ ഒക്കെ അല്ലാതെ മാറണമെങ്കിൽ മാറാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യും. അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളുകൾ ഉണ്ടാക്കുന്നു. അതവരങ്ങനെ മാസീവായിട്ട് ഉള്ളതുകൊണ്ടാണ് ആയിരക്കണക്കിന് ആൾക്കാർ. ഇപ്പം നമുക്കിവിടെ അങ്ങനെയല്ല, വളരെ ഒറ്റപ്പെട്ട് വളരെ രഹസ്യമായിട്ടൊക്കെ ആളുകൾ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ വോയിസാണിത്, തൊഴിലാണ്, റൈറ്റാണെന്നൊക്കെ. അപ്പോൾ അത് നമുക്ക് കേൾക്കാനല്ലേ നമുക്ക് ബാധ്യത. നമുക്ക് അവർ പറയുന്നത് കേൾക്കാനാണ് ബാധ്യത, അല്ല നമ്മളല്ലല്ലോ പറയേണ്ടത് തെറ്റാണോ ശരിയാണോ.